എന്റെ പ്രിയൻ വേഗമെന്നെ ചേർത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എന്റെ പ്രിയന്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. എന്റെ പ്രിയൻ വേഗമെന്നെ ചേർത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എന്റെ പ്രിയന്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. ചുറ്റും നിൽക്കും ദൂതർ ഹല്ലേലൂയ പാടും, കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിച്ചിടും. ചുറ്റും നിൽക്കും ദൂതർ ഹല്ലേലൂയ പാടും, കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിച്ചിടും. സുന്ദരരൂപരെ നിൻമുഖം കാണുമ്പോൾ പാരിട്ടുണർന്നാലും എന്നാശ തീരില്ല. സുന്ദരരൂപരെ നിൻമുഖം കാണുമ്പോൾ പാരിട്ടുണർന്നാലും എന്നാശ തീരില്ല. എന്റെ പ്രിയൻ വേഗമെന്നെ ചേർത്തിടാൻ വരുമേ ദൂതരുമായി. ഞാൻ എന്റെ പ്രിയന്റെ പൊന്മുഖം മുത്തും ആ നല്ല നാളിനെ കാത്തിടുന്നേ. ചേർന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ ശിലാക്കല്ലിലൂടെ വലിയൊരു അഭിഷേകം സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ആത്മായർക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു കൂടാരം നമ്മുടെ ഈ ഭരത പ്രദേശത്ത് ഉണ്ടാകുക അത് ഏറ്റവും വലിയ നന്മയാണ്. ഭരത ഇടവകയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പുനർജനി എന്ന് പറയുന്ന ഈ പ്രവാസി ഈ മക്കളോടൊപ്പമുള്ള മാത്യബ്രദറിന്റെ വലിയ പ്രയത്നത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ വലിയ കൃപ ഈ സ്ഥലത്ത് ഇന്ന് മുതൽ, ഈ സമയം മുതൽ ലഭിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ സമയത്ത് എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ഈ ശിലാസ്ഥാപനത്തിന് കൂടെ സാക്ഷികളായി നിൽക്കുന്ന നിങ്ങളുടെ കന്യായോഗങ്ങൾ സമർപ്പിക്കുക. കാരണം ഇത് വളർന്ന് ഈശോ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഇടമായിട്ട് മാറുവാൻ പോകുന്നു. കർത്താവിന്റെ വലിയ ആഗ്രഹത്തോടെ നമുക്ക് സ്തുതിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ഥലത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ പറയുന്നു. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സ്ഥലം കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന വലിയ അഭിഷേകം, വലിയ ശക്തി ഈ സമയത്ത് വ്യാപരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരുണയുടെ വലിയ അഭിഷേകം ഈ സമയത്ത് ഈ മക്കളിൽ നിറയട്ടെ. കണ്ണീരിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. ആരൊക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവോ ആ കണ്ണീരിന് ഈശോ ആശ്വാസം നൽകുമെന്ന് കരുണയുടെ അഭിഷേകത്തോടെ ഈശോ ഈ സമയത്ത് സന്ദേശം നൽകുന്നുണ്ട്. ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, വളരുവാൻ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാൻ, വലിയ അത്ഭുതങ്ങളുടെ നീരർവ സംഭവിക്കട്ടെ. ഇവിടെ വലിയ വിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിൽ വിശുദ്ധ അപ്പത്തിന്റെ അഭിഷേകവും വിശുദ്ധിയുടെ അഭിഷേകവും ഇവിടെ ധാരാളം നിറയട്ടെ. ഈ സമയത്ത് വിശുദ്ധിയുടെ അഭിഷേകം ലഭിക്കാൻ ഈശോ വലിയ കാരുണ്യത്തോടെ പ്രാർത്ഥിക്കാൻ പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അഭിഷേകത്തോടുകൂടിയാണ് ഇത് ഈ ശീല വളർന്ന് ഒരു കെട്ടിടമായി ഒരു ദിവ്യകാരുണ്യ കൂടാരമായിട്ട് മാറുമ്പോൾ ഈ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയ വിശുദ്ധി ഇവിടെ നിറയപ്പെടുമെന്നാണ് ഈശോ പറയുന്നത്. വലിയൊരു അഭിഷേകമായിട്ട് മാറും. ഇതൊരു ഭരത ഇടവകയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും പുനർജനിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഇവിടുത്തെ രോഗിയാന്ത മക്കളുടെ സംബന്ധമാണെങ്കിലും ഇവിടെ വലിയ കെട്ടുറപ്പ്, വലിയ അഭിഷേകം, വലിയ ബന്ധനങ്ങൾ അഴിയപ്പെടുന്ന പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് വലിയ ബന്ധനങ്ങൾ അഴിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവത്തിന്റെ അനുസ്മരണത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയിലുള്ള സംരക്ഷണവും ഈ ഭവനത്തിൽ അടിസ്ഥാനമിടുന്ന ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മാത്യു ബ്രദറിനെയും മാത്യു ബ്രദറിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥലത്തെയും ഈ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊണ്ടിരിക്കട്ടെ നീ കൈയടിച്ച്